പറഞ്ഞു 2022 അവസാനിക്കാറായി. എത്ര പെട്ടെന്നല്ലേ മാസങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയി. കഴിഞ്ഞ കൊല്ലം ഇതേപോലൊരു ഡിസംബർ അവസാനം നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതുവല്ല ഓർമ്മയുണ്ടോ? ഇതൊന്നും അതുപോലെ നമ്മളൊന്നും ചെയ്യത്തൊന്നും ഇല്ലേലും ഈ പറഞ്ഞ റെസൊല്യൂഷൻസ് എടുക്കുന്നതിന് നമ്മളൊരു കുറവ് വരുത്താറില്ല അല്ലേ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. 2022 ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ കണ്ട് അടിപൊളിയായ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങ് കടന്നുപോയ ഒരു 2022. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് എൻ്റെ ഒരു 2022 കുറിച്ചിട്ടും ഞാൻ കടന്നുപോയ കുറേ ഹസിൽസ്, ഒരുപാട് ഹാപ്പിനെസ് എന്ന മൊമെൻറ്റ്സ്, ഒരുപാട് ലെസൺസ് എന്ന മൊമെൻറ്റ്സ് ഒക്കെയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എനിക്ക് ഈ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻസിനൊന്നും തീരെ താല്പര്യമില്ല, അതിലൊട്ട് വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ ഇന്ന കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്നൊരു സ്വഭാവം മാറ്റണമെന്നോ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ പാലിച്ചോന്നോ അല്ലെങ്കിൽ ഇനി അടുത്ത വർഷത്തെ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നോ ഉള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു വലിയൊരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ആദ്യമേ തരികയാണെന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഓരോ ദിവസവും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 മാസം മുന്നേ കണ്ട അക്ഷയനെ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ കാണുമ്പോൾ കാണുന്നതെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് 2022 കുറിച്ചിട്ടാണല്ലോ. 2022 അവലോകനം. യെസ്, ഒരുപാട് നല്ല മനുഷ്യന്മാരെയൊക്കെ കണ്ടുമുട്ടി, ഒരുപാട് നല്ല സിനിമകളൊക്കെ കാണാനായിട്ട് പറ്റി. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ട്രാവൽ ചെയ്തു. ലൈഫിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആൻഡ് ടെൻസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോയി. ഒരുപാട് പുതിയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ളത്. ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 16 ഞാൻ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണത്. ഞാൻ പക്ഷേ ഒരു 2 years മുന്നേ എങ്ങാണ്ട് ഇത് തുടങ്ങി വെച്ചതാണ്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യെസ്, കമ്മിങ് ഇൻ ടു 2022 അവലോകനം. ആക്ച്വലി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തുടങ്ങിയ ഒരു വർഷമായിരുന്നു ഈ പറഞ്ഞ 2022 എന്നുള്ളത്. ജോബ് ഉണ്ടായിരുന്നു, എല്ലാം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വലിയ സീനില്ല. അപ്പോഴാണ് ഫെബ്രുവരി ആണെന്ന് തോന്നുന്നു. യെസ്, ഫെബ്രുവരിയാണ് ചെറിയൊരു ഹാർട്ട് ബ്രേക്ക്, ചെറുതല്ല കുറച്ചധികം സീനുണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ് ലൈഫിൽ നടക്കുന്നതെന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളിങ്ങനെ ആക്സിഡൻ്റ് ആവുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമോഷണൽ സീൻസ് എന്ന് പറയാം, അതിൽ നിനക്ക് റിക്കവർ ആവാനായിട്ട് കുറച്ച് ടൈം എടുത്തു എന്നുള്ളതാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് മെമ്മറി എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഒരു സ്റ്റോറിയൊക്കെ വെച്ചിട്ടാണ്. ആൻഡ് ഓൾസോ എൻ്റെ സെക്കൻഡ് മോസ്റ്റ് ലിസണർഷിപ്പ് ഉള്ള ഒരു എപ്പിസോഡും അത് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കുറച്ച് ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിസൺ ടു ഇറ്റ്. എൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡായിട്ട് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത്. യെസ്, അങ്ങനെ ആ ഒരു ഇൻസിഡൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ മെൻ്റലി ഓക്കെ ആവാനായിട്ട് ഒരുപാടധികം ടൈം എടുത്തു എന്നുള്ളതാണ്. പിന്നീട് മുൻപ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റീൽസ് പരിപാടികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് എൻഗേജ്ഡ് ആക്കി വെക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഈ പറഞ്ഞ റീൽസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ആ റീൽസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ കുറേ ആൾക്കാർ അവരുടെ കഥകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഐഡിയോളജീസും എൻ്റെ ഫിലോസഫീസൊക്കെ വെച്ചുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ അഡ്വൈസൊക്കെ കൊടുത്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 2022 അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയതെന്ന് ഞാൻ പറയും. കാരണം ചില ആൾക്കാരയക്കുന്ന മെസ്സേജ് ഉണ്ടല്ലോ, അത് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കോണ്ടൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫിലിംസ് കണ്ട ഒരു വർഷവും ഈ പറഞ്ഞ 2022 ആണ്. ഒരുപാട് ഫിലിംസ് തിയേറ്ററിൽ പോയി കണ്ടു. അതിൽ മിക്കതും ഒറ്റയ്ക്കാണ് പോയിട്ട് കണ്ടതെന്നുള്ളതാണ്. ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് വേറെ കമ്പനിയൊന്നും ഇല്ലാണ്ട് പടത്തിനൊക്കെ പോകുന്നത്. ഈ വർഷമല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കണ്ടത് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റേ നെയ്യും പൊളീൻ്റെ പടം ഉണ്ടായിരുന്നല്ലോ, കായംകുളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. യെസ്, കായംകുളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയിട്ട് കണ്ടതെന്നുള്ളത്. അത് ആക്ച്വലി ഞാൻ കാണാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ പോയി. അപ്പോൾ ഞാൻ ആ ടൈമിൽ എന്തോ ബിസി ആയിരുന്നു, അപ്പോൾ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അതിൻ്റെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെ എപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കാണാനായിട്ട്. അപ്പോൾ അതായിരുന്നു ആ വർഷം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് കണ്ട സിനിമ എന്നുള്ളത്. പക്ഷേ ഈ വർഷം ഒരുപാട് സിനിമകൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ട് കണ്ടതെന്നുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയത് ഈ വർഷമാണ്. അത് ഞാൻ എന്തായാലും ഉറപ്പിച്ച് പറയാം.
ഇതിപ്പോൾ ഇതായിപ്പോയി വലിയ സംഭവം എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ എനിക്ക്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ട്രെയിനിലൊന്നും അധികം ട്രാവൽ ചെയ്യാറില്ല, വളരെ കുറവാണെന്നുള്ളതാണ്. എക്സാംസിനോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാനിങ്ങനെ ട്രെയിനിലൊക്കെ പോകുന്നതെന്നുള്ളത്. ആ ടൈമിൽ പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒന്നുകിലും മാമനുണ്ടാവും കൂടെ, അല്ലെങ്കിൽ ഫാമിലിയിലെ വേറെ ആൾക്കാരും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഈ വർഷം ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയി ഗൈസ്. അതാണ് ആ ഒരു, എനിക്കറിഞ്ഞൂടാ ഈ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, അവനോട് സംസാരിച്ച് അവനാണിങ്ങനെ പറഞ്ഞു തന്നത്, ഇന്ന സ്ഥലത്ത് പോകണം, അവിടുന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോം നമ്പർ കണ്ടുപിടിക്കുക, അവിടെ കയറി ചെല്ലുക എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചത് ഈ വർഷമാണ്. സത്യം പറഞ്ഞാൽ അതൊരു റേഡിയോ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ആക്ച്വലി ഞാനങ്ങനെ റേഡിയോൻ്റെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിനൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളൊരു പോഡ്കാസ്റ്ററാണ്, പുള്ളിക്കാരെയാണ് ഈ പറഞ്ഞ റേഡിയോ മ്യൂസിക്കിൻ്റെ ഒരു ആജ് ഹെഡ് പോസ്റ്റൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കി, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയൊക്കെ അവളുടെ ആ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് എന്താ പറയുക, ലൈഫ് ലൈൻ ബൈ മേഘ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോഡ്കാസ്റ്റിൽ കാണാനായിട്ട് പറ്റും. അതിൽ ടു മേഘ വിത്ത് ലവ് എന്ന് പറയുന്നത്, അതിൽ സെക്കൻഡ് എപ്പിസോഡോ സെക്കൻഡ് ലെറ്റേഴ്ന്നോ അങ്ങനെ എന്തെങ്കിലും കാണാനായിട്ട് പറ്റും. സത്യം പറഞ്ഞാൽ ഞാനിത് അവൾക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ഒരു അനോണിമസ് മെയിൽ എന്നുള്ള രീതിയിൽ അയച്ചതാണ്. പക്ഷേ എന്നെ പറ്റിച്ചു. എന്താണ്, എൻ്റെ പേര് അതിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പോട്ടെ സാറില്ല. അതിനുള്ള റിവെഞ്ച് നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കൊടുക്കാം. യെസ്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ലൈഫിൽ. ഒരുപാട് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റി. എന്താണ്, ഈവൻ ഞാൻ ചെയ്യുന്ന റീൽസൊക്കെ കണ്ടിട്ട് ഒരുപാട് ലൈറ്റിങ്സിനെ കുറിച്ചിട്ടും എന്താണ് ആ ഒരു എസ്തറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് നല്ല പൊക്കി പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. ഒരുപാടല്ല, കുറച്ച് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ആൾക്കാരെയൊക്കെ നമുക്ക് പിന്നീട് ഇങ്ങനെ ഒഴിവാക്കി വിടാനായിട്ട് പറ്റില്ലല്ലോ. അവരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ പടം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം നൈസായിരുന്നു, പൊന്നിയിൻ സെൽവൻ നൈസായിരുന്നു. മലയാളത്തിലേക്ക് വരുമ്പോൾ ഭീഷ്മപർവൻ, ജനഗണമന, തല്ലുമാല, ഇതൊക്കെ കുറച്ച് ഗൂസ് ബംസ് തന്ന കുറച്ച് പടങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഹൃദയം, സീതാരാമൻ, ലവ് ടുഡേ, തിരുച്ചിത്രമ്പലം, ഇങ്ങനെ ഇതൊക്കെ വളരെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാം. എൻ്റെ ഒരു കൈൻഡ് ഓഫ് ജോൺറയിലുള്ള കുറച്ച് പടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. വേഴ്സ് മൂവി ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടാണ്. എന്താ പറയുക, ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള രീതിയിൽ ഏറ്റവും പൊട്ട വർഷമായിരുന്നല്ലേ നമുക്കിത്. അടുത്ത വർഷം എന്തായാലും സെറ്റാവുന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. മലൈക്കോട്ടെ വാലിബൻ, എന്തായിരുന്നു, റാം, എമ്പുരാൻ, ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ വരുന്നുണ്ട്. ദൈവമേ മിനിച്ചേക്കണേ ലാലേട്ടൻ. യെസ്. പിന്നെ ഈ വർഷം സംഭവിച്ച വേറൊരു നല്ലൊരു കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇല്ല. റിലേഷൻഷിപ്പ് ആ ഒരു ഫെബ്രുവരി ഇൻസിഡൻറ്റിന് ശേഷം ആ വഴിക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ്. ടൈമുണ്ടല്ലോ, സെറ്റാകുമ്പോൾ ആ ഒരു സ്റ്റോറിയൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ പൊളിറ്റിക്കലി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് ചേഞ്ചാണ് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലെഫ്റ്റിസം ഈ ഒരു സംഭവത്തെ വല്ലാണ്ടങ്ങ് എതിർത്ത് അല്ലെങ്കിൽ അതിനെ തീരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരുന്നു. പക്ഷേ അതിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് അതിൽ നിന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടും എനിക്ക് അത്ര വലിയ കൂറൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താണ്, ഒരു രാഷ്ട്രീയവാദിയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തോന്നാം. എന്താ പറയുക, എനിക്കിവിടെയുള്ള ഒന്നിനോട് യോജിപ്പില്ല എന്നുള്ളതാണ്. ഇവർ പറയുന്ന ആശയങ്ങളോട്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം വരുവാണെങ്കിൽ അതിലേക്ക് ചായും എന്നല്ലാതെ എനിക്ക് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സൈഡിനെ കുറിച്ചൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ സൈഡിലേക്കൊന്നും ഞാൻ പോകാറില്ല. പിന്നെ എന്താ പറയുക, ഈ വർഷമാണ്, ഈ ജാനുവരിയിലാണ് ആദ്യമായിട്ട് ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കുറച്ച് ഗ്രാൻഡാക്കി എന്നുള്ളത്. എന്താ പറയുക, അവർ കളിയാക്കുന്ന പോലെ ഒരു വീഡിയോ ഒക്കെ ടി വിയിൽ ഇങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക കുറച്ച് ഫൺ ആൻഡ് സ്വീറ്റ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാക്കി ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ആൻഡ് അനിയത്തിയായിട്ട് അടി കൂടാത്ത ഒരു വർഷം കൂടെയായിരുന്നു ഈ പറഞ്ഞ 2022 എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മൊത്തം ബഹളവും ചുമ്മാ വഴക്കും അടിയും ബഹളമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തോ ഈ വർഷം വലിയ കുഴപ്പമൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. മെച്യൂരിറ്റീൻ്റെ ആയിരിക്കല്ലേ, എനിക്ക് വയ്യ. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു 2022 എന്നുള്ളതാണ്. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക നല്ല മൊമെൻറ്റ്സൊക്കെ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോയിരിക്കുകയാണ്. ചില കാര്യങ്ങൾക്കൊക്കെ റിഗ്രറ്റ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട്. മെയിനായിട്ട് എൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ്. കാരണം ഞാനത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ 3 വർഷം 4 വർഷമാണ് ഇത് ചെയ്തിട്ട് എനിക്ക് തോട്ടൊക്കെ ഡെവലപ്പായിട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്ന് മൂഡ് സെറ്റാവാത്തതുകൊണ്ട് ഇതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് സ്ക്രിപ്റ്റിലേക്ക് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് എന്നുള്ളതാണ്. ഒരു ബ്രേക്ക് വരുന്നത് എനിക്ക് അത്ര ഉറപ്പുള്ള ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതൊന്നും സെറ്റായി വരുന്നില്ല. എന്താ പറയുക,
മൈൻഡിലിങ്ങനെ ഈ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് എഴുതി കിട്ടാനുള്ള ഒരു പാടാണ്. എന്താ പറയുക, ഈ റൈറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു മൂഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണല്ലേ. പക്ഷേ എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലപോലെ എൻഗേജിങ് ആകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരുപാട് നല്ല മനുഷ്യന്മാരിലേക്ക് റീച്ച് ചെയ്യപ്പെടാനായിട്ട് എനിക്ക് ഇതിനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഞാനെടുത്ത ആ ഒരു ഡിസിഷൻ, എന്താ പറയുക, ഞാൻ എനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുമെന്നുള്ള ആ ഒരു ഡിസിഷനോട് ഒരു 80 to 90% എങ്കിലും എനിക്കൊരു കുറവിലെത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഇല്ലാന്നുള്ളത് ഒരു വേക്കൻറ്റ് സ്പേസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. സീനില്ല, എന്താ പറയുക, ഒരു ഫോർ പേഴ്സണൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തോട്ട്സൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കഥകളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ 2022 ഏറ്റവും ഹാപ്പിനെസ് എന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പാണ്. അർജൻറ്റീന കപ്പടിച്ച ആ ഒരു ദിവസം എന്തൊരു ഡ്രാമയായിരുന്നല്ലേ അത്. 70ാം മിനിറ്റ് വരെ ഒരു ഷോട്ട് പോലും അടിക്കാൻ വിടാണ്ട്, എന്താ പറയുക, നമ്മളതിന് കട്ടയ്ക്ക് നിന്നിട്ട് അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാൻ മെസ്സിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. സത്യം പറഞ്ഞാൽ മെസ്സിനൊക്കെ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ ഒരു കപ്പ് മെസ്സിക്ക് കിട്ടണം എന്നുള്ളത്. നിങ്ങൾ പലരും അർജൻറ്റീന ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതെന്നുള്ളത്. ഞാൻ ഈ വേൾഡ് കപ്പ് ആവേശമൊക്കെ കവർ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ മലപ്പുറത്ത് പോയപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ കൂടുതലും അർജൻറ്റീനനെ സപ്പോർട്ട് ചെയ്തിട്ട് അർജൻറ്റീന ഫാൻസിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കുറച്ച് ബയാസ്ഡായി പോയിരുന്നു എന്നൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്താ പറയുക, അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് 2022 ഞാൻ ചെയ്ത ഒരു ആദ്യത്തെ പരിപാടിയായിരുന്നു ഈ ഒരു ആങ്കറിങ് ഒരു സംഭവം. അപ്പോൾ ഇതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ആൻഡ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം, എൻ്റെ ഫാമിലിക്കൊക്കെ അറിയാം, ഞാൻ ഈ സ്പോർട്സുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ്. എന്താ പറയുക, ഓരോ സമയത്ത് എൻ്റെ മൂഡൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ കുറേ മാച്ചസൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അന്ന് അർജൻറ്റീന കപ്പടിച്ചപ്പോൾ സൗണ്ട് പോലും ഇല്ലാണ്ട് വീട്ടിൽ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഓരോ ഗോൾ അടിച്ചപ്പോഴുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ട നിനക്ക് കപ്പടിച്ച പോലെ ഉണ്ടല്ലോ എന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഓരോ അർജൻറ്റീന ഫാൻ്റെയും അവസ്ഥ എങ്ങനെ ആയിരുന്നല്ലേ. എന്താ പറയുക, ഇനി ആ ബ്ലാസ്റ്റേഴ്സും RCB ഒക്കെ ഒന്ന് കപ്പടിച്ചാണെന്നൊക്കെ ആഗ്രഹമുണ്ട്, നടക്കുമായിരിക്കുമല്ലേ. അതുപോലെ തന്നെ ഞാൻ ഇതുവരെ ഫിലിം ഫെസ്റ്റിവലൊന്നും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് ഭാഗ്യം ഉണ്ടായത് ഈ 2022 എന്താണ് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അവിടുന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് നല്ല നല്ല ഫിലിംസൊക്കെ കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ആൻഡ് മൊത്തത്തിൽ അത്യാവശ്യം എന്താണ് കളറായിരുന്നു ഈ ഒരു 2022 എന്ന് തന്നെ പറയാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറയുന്ന മിക്ക കഥകളും എൻ്റെ ലൈഫിൽ നടന്നയോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ അഡ്വൈസസ് പോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നതിൽ ഒരു 3% ആൾക്കാരെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലേ. എങ്കിലും ഞാൻ പറയുകയാണ്, എന്താ പറയുക, ഇത് എൻ്റെ ഒരു ഐഡിയോളജീസും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലോസഫീസൊക്കെ വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കമ്പനി ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഞാനിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നാലും ഒരു പ്രതീക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യില്ലെങ്കിലും നിങ്ങളൊരിക്കലും ഇത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നിങ്ങളോട് ഒരു നോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് പ്ലീസ് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 2022 അത്ര നല്ലതായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല, ഹാപ്പി ആയിട്ടുണ്ടാവില്ല. ചില ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്ത ഒരു ജോബ് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എക്സാംസിന് നിങ്ങളെക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ പാർട്ട് ചെയ്യുന്നുണ്ടാവും, അവർ ചില്ല് ചെയ്യുന്നുണ്ടാവും. എനിക്കതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ തന്നെ ബാക്കിയുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ്. ഇത് നമ്മളെ വല്ലാതെ നെഗറ്റീവ്ലി ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളെന്നാ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവുക. ലൈഫിന് ഒരുപാട് ബാക്കിയുണ്ടല്ലോ, എന്താ പറയുക, എവിടെയും വീണ് പോകാണ്ട്, എവിടെയും തളർന്നു പോകാണ്ട് കൂടുതൽ എനർജിയോടെ ആ ഒരു സൈക്കിൾ ഓടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കൂട്ടാവുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരെയൊക്കെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് പറ്റട്ടെ. എന്താ പറയുക, ഇപ്പോൾ ഈ വർഷം നല്ലതല്ല എങ്കിൽ നെക്സ്റ്റ് ഇയർ അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ട്രസ്റ്റ് ദ പ്രോസസ്. നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നുള്ളതാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡ് വരെ, അതായത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ വരെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ്ഫുൾ ആണെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കുട്ടി എപ്പിസോഡ് ഈ 2022 അവലോകനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ തൊണ്ടയിൽ സൗണ്ടൊക്കെ എന്തോ മാറ്റം വരുന്നുണ്ട്.
ചെറിയൊരു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ.